ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എത്ര ആഴത്തിൽ, എത്ര ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ്. എത്ര ആഴത്തിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നും കൂടെ ഷഫിൾ ചെയ്യാം നമുക്ക്. എത്ര ആഴത്തിൽ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ഇന്ന് കുറച്ച് കാർഡുകൾ ഇങ്ങനെ ചാടി വന്ന് കിട്ടുന്നുണ്ട്. 2 ഓഫ് വൺസിന്റെ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, 8 ഓഫ് wands, Page of Swords, 8 of Swords, 7 of Swords, 4 of Cups, Death കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 7 ഓഫ് Pentacles നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് വരുന്നത് 2 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. അപ്പോൾ മാസ്റ്റർ കാർഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10 ഓഫ് Pentaclesന്റെ ഒരു കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒത്തിരി കാർഡുകൾ, 2 ഓഫ് കപ്സ്, അതുപോലെ 10 ഓഫ് Pentacles, ഇങ്ങനെ കാർഡുകളൊക്കെ ആഴത്തിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. 9 ഓഫ് കപ്സ് ഉണ്ട്. അപ്പൊ അവര് നിങ്ങളെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ സ്നേഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളോടുള്ള ആ ഒരു ബോണ്ട് വളരെ ജെനുവിനാണ് അവർക്കുള്ളത്. ഫ്യൂച്ചറിലേക്ക്, അതായത് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുമുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 9 ഓഫ് കപ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു അവർക്ക് ആഗ്രഹം, അതൊരു വിഷ് ഫുൾഫിൽമെന്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. നിങ്ങൾ അവർ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ച ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. ആ ഒരു അവർക്ക് എന്ത് രീതിയിലുള്ള ഒരു കെയർ കിട്ടണം, ഒരു സ്നേഹം കിട്ടണം എന്നൊക്കെ അവര് എങ്ങനെ മനസ്സിൽ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ, ആ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ, ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾ അവർ കാണുന്നത്. അത്രയധികം സ്നേഹത്തോടു കൂടി അവർ ആ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളിലൂടെ അവർക്ക് കിട്ടി എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം അവരുടെ ഒരു ആഗ്രഹം സാധീകരിച്ചതുപോലെയാണ് നിങ്ങളെ കിട്ടിയത് അവർ കണക്കാക്കുന്നത്. അപ്പം ഇവളാണ് അല്ലെങ്കിൽ ഇവനാണ് എനിക്ക് വേണ്ടിയിരുന്ന വ്യക്തി എന്നൊരു ഫീലിങ്സ് എപ്പോഴും അവർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഒരു അട്രാക്ഷനും പാഷനും ഒക്കെ ഉണ്ട്. ഏസ് ഓഫ് വാൻസ് ഇവിടെ വന്നിട്ടുള്ളത് തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നമുക്ക് ഇവിടെ എടുത്ത് പറയാനായിട്ട് വരും. ഇമോഷണലി വളരെയധികം അട്രാക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ. അതുപോലെ ഫിസിക്കൽ കണക്ഷൻസും വളരെ ശക്തമാണ്. അത് നമ്മളിവിടെ ഈ ഒരു റീഡിങ്ങിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഫിസിക്കലി നിങ്ങളുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. അത് റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളും കൺഫ്യൂഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് സോർഡ്സ് ഉണ്ട്, 7 ഓഫ് സോർഡ്സ് ഉണ്ട്, 8 ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, ഇത്രയും കാർഡുകളാണ്. അതിൽ മെയിനായിട്ട് മുൻപ് ഈ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന് മുൻപ് ആയിക്കോട്ടെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുന്നേ ആയിക്കോട്ടെ, കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് പല ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ടാകാം, പക്ഷെ അത് മറച്ചു വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാകാം. അവര് മെന്റലി ഒരു സ്ട്രക്കായി പോകുന്ന ഒരു അവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്നേഹമുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അത് അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് വഹിക്കുന്ന റെസ്പോൺസിബിലിറ്റിയുടെ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അവരുടെ ഒരു ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ വെച്ചിട്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ തീർത്ത് നിങ്ങളെ ഒഴിവാക്കുന്നു, അവഗണിക്കുന്നത് പോലെയൊക്കെ തോന്നാം. അവര് നിങ്ങളെ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് രീതിയിലാണ് അവർ നിങ്ങളെ നോക്കുന്നത്, നോക്കിക്കാണുന്നത് ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ. ഡയറക്റ്റ് ആയിട്ട് വരാനായിട്ട് അവർക്ക് കുറച്ചൊരു കറേജ് കുറവാണ്. കാരണം കുറച്ച് ഈഗോസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത്ര കെയർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് അത്ര ഒരു കംഫർട്ട് അല്ല.
അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ നിങ്ങളെ ഒരു വാച്ച് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ടും ഇതൊരു ഈ ഒരു സെപ്പറേഷനിൽ പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. അവിടെ എൻഡ് ആയി പോയത് കാണുന്നുണ്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇപ്പൊ സെപ്പറേഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെപ്പറേഷൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇവിടെ ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതൊരു എൻഡ് അല്ല എന്ന് പറയാനായിട്ടും പറ്റും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനായിട്ട് ആണ് എന്ന് പറയാനും പറ്റും. ഒരു ഡെത്തിന് ശേഷം ഒരു വലിയ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകാനുള്ള ചാൻസസ് നല്ല രീതിയിലുണ്ട്. പാസ്റ്റ് വിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പാസ്റ്റിലെ കാര്യങ്ങളൊന്നും ഒരു പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. അതുപോലെ 7 ഓഫ് പെന്റിക്കിൾസും 2 ഓഫ് വാൻഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവര് ഫ്യൂച്ചറെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്ക് ചിന്തകളുണ്ട്, ധാരണകളുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് പ്ലാനുകൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിയായ ഒരു സമയം അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട്. അപ്പം അവര് നിങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം സിമ്പിളായിട്ട് കാഷ്വൽ ആയിട്ടുള്ള ഒന്നല്ല. കുറച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളോടുള്ളത്. കുറച്ച് അതോടൊപ്പം തന്നെ കുറച്ച് പേടിയും കൺഫ്യൂഷനും ഒരു പാസ്റ്റ് ഇഷ്യൂസും ഇതെല്ലാം ഇവരെ ഈ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതെന്ന തടസ്സമാക്കി നിർത്തുന്നു. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ സെപ്പറേഷൻ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവരെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. കുറച്ച് പേടി, കൺഫ്യൂഷൻ, പാസ്റ്റ് ഇഷ്യൂസ് ഇതെല്ലാം കൂടി അവരെ ഒരു ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ആ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതോടൊപ്പം തന്നെ അവർ ആ ലൈഫിലും സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തിന്റെ ആഴം വളരെയധികം ഉണ്ട്. പക്ഷെ അത് തുറന്നു കാണിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീഡിങ് നോക്കുമ്പോൾ ഇതൊരു ഡീപ്പ് കണക്ഷൻ ആണെങ്കിലും ക്ലാരിറ്റിയും സ്റ്റെബിലിറ്റിയും കുറവുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ടുന്ന സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് നല്ല ആഴത്തിലുള്ള സ്നേഹം തന്നെയുണ്ട്. അതാണല്ലോ നമ്മളിവിടെ ടോപ്പിക്കായിട്ട് നോക്കിയിട്ടുണ്ടായത്. ആ ഒരു സ്നേഹം ഉണ്ടെന്നുള്ളത് കാര്യം ഓക്കെയാണ്. പക്ഷെ അതിനൊരു സ്റ്റെബിലിറ്റിയും ക്ലാരിറ്റിയും കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടാണ്. അപ്പം നിങ്ങൾ ശരിക്കും ഇവിടെ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ്. നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരെന്താണ് ആലോചിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഡൗട്ടുകളാണ് നിങ്ങൾ എപ്പോഴും ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളയുക. എല്ലാം മനസ്സിൽ ഒന്ന് ഇങ്ങനെ കെട്ടിപ്പടുത്തുകൊണ്ട് വരാതെ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം റിയാലിറ്റിയിലേക്ക് നോക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറയുന്നത്. അവരുടെ ആക്ഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ വാക്കുകളോ ഒന്നുമല്ല. ശരിക്കുമുള്ള സത്യം എന്ന് പറയുന്നത് അവരുടെ ആക്ഷൻസ് ആണ്. ഇപ്പൊ ഏത് വ്യക്തിനെ എടുത്താലും എല്ലാവർക്കും പറയാൻ പറ്റും, ഞാൻ നിന്റെ കൂട്ടത്തിൽ എന്നും ഉണ്ടാകും, എല്ലാ കാര്യത്തിലും ഞാൻ എപ്പോഴും ഉണ്ടാകും, കൂടെ ഉണ്ടാകും, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവര് ആക്ഷനിലൂടെ അത് ചെയ്യുന്നുണ്ടോ? നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്നും വേണ്ട, നമുക്ക് സാമ്പത്തികപരമായ ഫൈനാൻഷ്യൽ പരമായ ഒരു ആവശ്യമൊന്നുമല്ല, ഇമോഷണലി നമ്മൾക്ക് ഒന്ന് കെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഹഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇമോഷണലി ഒരു സപ്പോർട്ട് വേണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവര് അവൈലബിൾ അല്ല എങ്കിൽ പിന്നെ ആ ഒരു പേഴ്സൺ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇത് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ വാക്കുകൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകും. പക്ഷെ ഈ ഒരു പേഴ്സന്റെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ഒത്തിരി സ്നേഹമുണ്ട്. അപ്പൊ അവർ ആക്ഷൻസ് എടുക്കും, നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കും, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനും വീണ്ടും റീയൂണിയൻ ഉണ്ടാക്കാനും ഒരു എൻഗേജ്മെന്റ്, മാരേജ് ഇതിലേക്കൊക്കെ പോകാൻ ശ്രമിക്കും. പക്ഷെ അവർ പലപ്പോഴും ഹാർഷായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അവരുടെ മനസ്സിനുള്ളിൽ വളരെയധികം സ്നേഹമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും. അപ്പൊ ആ ഒരു ആക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ട്രൂത്ത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ അവരെടുത്തിട്ടുള്ള ആക്ഷൻസുകൾ നോക്കുക. അപ്പോൾ ആ ഒരു ആക്ഷൻസ് വെച്ചിട്ട്, അല്ലാതെ അവർ പറഞ്ഞു പോയ വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് തിങ്കിങ്ങിലേക്കും ഒക്കെ പോകേണ്ടത്. പിന്നെ ഇവിടെ സെൽഫ് റെസ്പെക്ട് സെറ്റ് ചെയ്യുക, നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്.
അവര് ഇഗ്നോർ ചെയ്യും നിങ്ങളെ. അപ്പോൾ നിങ്ങളത് ആ ഒരു ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരിക്കലും ചേസ് ചെയ്യാതിരിക്കുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുന്ന സിറ്റുവേഷൻസ് ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. അതായത് നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വായും പൊളിച്ച് നോക്കിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരുന്ന ആളുകളിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ഇറ്റ്സ് ഓക്കെ, ഞാൻ വളരെയധികം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു പേഴ്സൺ എന്ത് പറഞ്ഞാലും എന്നെ ഇഗ്നോർ ചെയ്താലും ഞാൻ അവിടെ നിൽക്കാം എന്ന രീതിയിൽ നിൽക്കാതിരിക്കുക എന്ന യൂണിവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ആ പേഴ്സണെ ഒരു ഫോഴ്സ് ചെയ്യിപ്പിച്ച് മെസ്സേജ് അയച്ച് തുടരെ മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെ എപ്പോഴും വിളിക്കുക, അങ്ങനെയല്ല. ഫോഴ്സ് ചെയ്യരുത്. ഒരിക്കൽ ഒരു കാമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അത് റിപ്പീറ്റ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. അവർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പേസ് കൊടുക്കുക. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ ഒത്തിരി നാളത്തേക്ക് വേണ്ടി അവർക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലെ സമയങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ആക്ഷൻസ് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അനന്തമായ രീതിയിൽ അവരെ കാത്തിരിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് അവർക്ക് വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ ലൈഫ് ഒരു ഫ്ലോ ഉണ്ട്, ആ ഒരു ഫ്ലോയുടെ ഒപ്പം ഇങ്ങനെ ഒഴുകി പോകേണ്ട ഒന്ന് തന്നെയാണ്. അവർ വരും അല്ലെങ്കിൽ അവർ തിരിച്ചു വരും എന്ന് കരുതിയിട്ട് അവര് നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായിട്ട് ഒരിക്കലും നിൽക്കരുത് എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത് ഫോക്കസ് ഓൺ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ്. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഒരു എനർജി തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഗ്രോത്ത്, കരിയർ, പഠനം, പേഴ്സണൽ ലൈഫ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വളരെയധികം ഒരു ആത്മാർത്ഥതയോടുകൂടി ഫോക്കസ് ചെയ്യുക. ഹാപ്പി ആകാനായിട്ട് മറ്റൊരാളിനെ നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് കൊച്ചു കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ഹാപ്പി ആയിട്ട് നോക്കുക, ഹാപ്പി ആകാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ പിന്നീട് നമുക്കത് ഹാബിറ്റ് ആകും, നമ്മൾ അതിൽ തന്നെ ഒരു ഹാപ്പി ആകും. അപ്പൊ ഹാപ്പി ആകാൻ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡ് ആകരുത് എന്നുള്ളതാണ്. അവരെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവര് റെഡി അല്ല, അല്ലെങ്കിൽ അവർക്കൊരു ക്ലിയർനെസ് ഇല്ല, അവർക്ക് കുറച്ച് സ്പേസ് വേണം എങ്കിൽ അത് അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ഒരിക്കലും ചേസ് ചെയ്യരുത്. നിങ്ങളുടെ വാല്യൂ എപ്പോഴും കാത്തു സൂക്ഷിക്കുക, പേഷ്യൻസ് ഉണ്ടാക്കുക. പക്ഷെ ഒരു സെൽഫ് റെസ്പെക്ട് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവരെ നിങ്ങൾ കാത്തിരിക്കാം, പക്ഷെ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതെ അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനുള്ളതെന്നും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. Soul messages from your person. Okay, soul messages from your person. Soul messages from your person. Okay. Soul messages from your person. Okay. Soul messages from your person. Soul messages from your person. Okay. First message നമുക്ക് വരുന്നത് ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യു ഹാവ് ബീൻ എ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്, സോ താങ്ക്ഫുൾ ഫോർ യു. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ലൈഫിലേക്ക് വരുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്, ഒരു ബ്ലെസ്സിങ് ആണ്, ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവരൊത്തിരി നന്ദി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ലൈഫിലേക്ക്, അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നതിനും അവർക്ക് സന്തോഷകരമായ നിമിഷങ്ങളും മെമ്മറീസും ഒക്കെ കൊടുത്തതിന് അവരൊത്തിരി നന്ദി പറയുകയാണ്. ഐ നോ ഐ ഹേർട്ട് യു. അവർ പറയുകയാണ്, എനിക്കറിയാം ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ഇനി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഇവിടെ പറയുന്നുണ്ട്. ഐ മിസ് യു എവറി ഡേ. ഓരോ നിമിഷവും നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഐ വിൽ ഓൾവേസ് ബി യുവേഴ്സ്. ഓക്കെ, എങ്ങനെയാണെങ്കിലും അവർ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അവരുടെ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് അവർ പറയുകയാണ്. വെൻ ഐ ആം വിത്ത് യു ഐ നോ ഐ ആം സേഫ് ഫ്രം എവറിത്തിങ്. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കറിയാം ഞാൻ വളരെ സേഫ് ആണ്, എല്ലാ കാര്യത്തിൽ നിന്നും ഞാൻ വളരെ സേഫ് ആണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നടക്കും എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ പേഴ്സൺ പറയുന്നു. ഐ ഫീൽ ലൈക്ക് എവറിത്തിങ് ഗോയിങ് ടു ടേൺ ഔട്ട് ഓക്കെ. ഇപ്പോൾ എനിക്കൊരു എൻ്റെ മനസ്സ് തോന്നുകയാണ്
ഇനി എങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എല്ലാം ഓക്കെ ആയിട്ട് വരും നമ്മുടെ ലൈഫിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതായിട്ട് അവർ പറയുകയാണ്. ഓക്കെ, എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും വളരെ പ്രീഷ്യസ് ആയിട്ടാണ് അവർ കാണുന്നത് എന്നാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്ന പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 10 കിട്ടുന്നുണ്ട്. 1987 കിട്ടുന്നുണ്ട്. എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ചെസ് ഒക്കെ കളിക്കാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു പേഴ്സൺസ് ആയിരിക്കും. ചാൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചാൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള വ്യക്തിയായിരിക്കാം. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 12 നമുക്ക് കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 47 ലെറ്റർ എസ്. നമ്പർ 2 ലെറ്റർ കെ. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ പ്രകൃതിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇടുക്കി ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2003. ഓക്കെ, 1988. ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത, നല്ല മനോഹരമായ കണ്ണുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള ഐസ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് കിട്ടുന്നുണ്ട്. ലെറ്റർ എൻ കിട്ടുന്നുണ്ട്. നമ്പർ 49 കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 5 ക്രിക്കറ്റ് ഒക്കെ കളിക്കാനായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നെയിൽ പോളിഷിനോട് ഒത്തിരി ക്രേസ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 45 നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 1978 എന്ന് പറയുന്നൊരു വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.